നമസ്കാരം. ലക്ഷങ്ങൾ വിലയുള്ള ചില മുന്തിയ ഇനം നായ്ക്കളെക്കുറിച്ചുള്ള പല പഠനങ്ങളുമുണ്ട്. റോഡ് വീലർ ഇനത്തിൽപ്പെട്ട അവയ്ക്ക് ഒറ്റ യജമാൻ മാത്രമേ ഉണ്ടാവൂ. യജമാനൻ മാറിയാൽ അവ വയലന്റ് ആകും. ചിലപ്പോൾ ഭ്രാന്ത് മൂത്ത് യജമാനനെയും കടിച്ചു എന്ന് വരും. സോഷ്യൽ മീഡിയയിലെ ട്രോളന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ റോഡ് വീലറാണ് നിലമ്പൂർ MLA PV അൻവർ. ഇപ്പോൾ ഭ്രാന്തെടുത്ത പിണറായി വിജയൻ എന്ന തൻ്റെ രാഷ്ട്രീയ യജമാനനെയും കടിക്കാൻ നടക്കുന്നു നിലമ്പൂരുകാരുടെ അമ്പൂക്ക. വിവാദങ്ങൾ നിറഞ്ഞ PV അൻവറിന്റെ രാഷ്ട്രീയ ജീവിതമാണ് ഇന്നത്തെ ന്യൂസ് ഇൻ ഡെപ്തിൽ. പിണറായിയെക്കുറിച്ച് ഇനി അങ്ങോട്ടൊന്നും അൻവർ പറയാനില്ല. 17 വർഷം പാർട്ടി സെക്രട്ടറിയായും 8 വർഷം മുഖ്യമന്ത്രിയായും കേരളത്തിന്റെ ചക്രവർത്തിയായുമാണ് സകലരും ഭയക്കുന്ന നേതാവിനെക്കുറിച്ച് ഒരു ഭരണപക്ഷ MLA പറഞ്ഞത് കേട്ട കേരളം ഞെട്ടിയതാണ്. ചതിയൻ, ഗതികെട്ടവൻ, പാർട്ടി പ്രവർത്തകരാൽ വെറുക്കപ്പെട്ടവൻ, കെട്ടുപോയ സൂര്യൻ, ഏകാധിപതി തുടങ്ങിയ വിശേഷണങ്ങളാണ് വാർത്താ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് അൻവർ നൽകിയത്. ബന്ധപ്പെട്ട ഒരു സഖാവ് പോലും മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ടില്ല എന്നും അൻവർ പറയുകയുണ്ടായി. പാർട്ടിയിൽ അടിമത്തമാണെന്നും അൻവർ പറയുന്നുണ്ട്. ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ അവസാനത്തെ മുഖ്യമന്ത്രിയാകും പിണറായി വിജയൻ എന്ന് അൻവർ വാർത്താ സമ്മേളനത്തിനിടെ പറഞ്ഞിരുന്നു. കാര്യങ്ങൾ വ്യക്തമാണ്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ശരിക്കും പോർമുഖം തുറക്കുകയാണ് അൻവർ. പാർട്ടിയും അതേ നാണയത്തിൽ തിരിച്ചടിച്ചതോടെ ഫലത്തിൽ CPM സ്വതന്ത്ര MLA ആയ ഇദ്ദേഹം ഇടതുമുന്നണിയിൽ നിന്ന് പോലും പുറത്തായിരിക്കുകയാണ്. മറുനാടനെ താഴെ ഇറക്കാനെന്ന പേരിൽ അൻവർ തുടങ്ങിയ പ്രശ്നങ്ങൾ ഒടുവിൽ തിരിഞ്ഞുകൊത്തി അദ്ദേഹത്തിൻ്റെ തന്നെ പുറത്താകലിൽ കലാശിച്ചിരിക്കുകയാണ്. അൻവർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഗുരുതരമാണെങ്കിലും ഇത് പറയാൻ അദ്ദേഹത്തിനുള്ള യോഗ്യതയും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. വേശ്യയുടെ ചാരിത്ര പ്രസംഗം എന്നത് പഴയ തേങ്ങ വാക്കാണ്. പകരം വീരപ്പൻ്റെ സംരക്ഷണമെന്നോ ദാവൂദ് ഇബ്രാഹിമിൻ്റെ കള്ളക്കടത്ത് വിരുദ്ധ ഭാഷണമെന്നോ ഒക്കെയാണ് ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയൂ എന്ന് പറയുന്നവരും നിരവധിയാണ്. ക്രഷറും അമ്യൂസ്മെന്റ് പാർക്കും തൊട്ട് വജ്രഖനി വരെയുള്ള ബിസിനസ്സുകൾ ഉള്ളയാളാണ് അൻവർ. 50 കോടിയിലധികം ആസ്തിയുള്ള കേരളത്തിലെ ഏറ്റവും സമ്പന്നനായ MLA. സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായി വരെ അടുത്ത ബന്ധമുണ്ടെന്ന് ആരോപണങ്ങളുള്ള വ്യക്തി. നേരത്തെ കൊലപാതക കേസിലും പ്രതിയായി. ചെക്ക് കേസും വഞ്ചന കേസും വേറെയുമുണ്ട്. ഇയാളാണ് കേരളത്തിലെ അഴിമതിയെക്കുറിച്ച് സംസാരിക്കുന്നത്. അതുപോലെ കോൺഗ്രസ് കുടുംബത്തിൽ നിന്നാണ് അൻവർ CPM സഹയാത്രികനാകുന്നത്. വിചിത്രമാണ് PV അൻവറിന്റെ പൊളിറ്റിക്കൽ DNA. വിവാദ നായകനാണെങ്കിലും അൻവറിന് പറയാനുള്ളത് വലിയ പൈതൃകധാരയുടെ ശേഷിപ്പുകളാണ്. അദ്ദേഹത്തിൻ്റെ ഇടവണ്ണ ഒതായിയിലെ 100 വർഷം പഴക്കമുള്ള പുത്തൻ വീട്ടിൽ തറവാടിന് മഹത്തായ പാരമ്പര്യമുണ്ട്. ഈ മൊയ്തു മൈലോയ്ക്കും അബ്ദുറഹ്മാൻ സാഹിബിനും കുട്ടിമാളു അമ്മയ്ക്കും K മാധവമേനോനും ഇടം നൽകിയ ആ കുടുംബത്തിലെ ഇളമുറക്കാരനാണ് അൻവർ. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ഏറനാടിൻ്റെ മണ്ണിൽ നേതൃത്വം നൽകിയ PV മുഹമ്മദ് ഹാജിയുടെ ചെറുമകൻ അൻവർ. നെഹ്റുവിൻ്റെ സഹപ്രവർത്തകനും AICC അംഗവും അഖിലേന്ത്യാ ശരീഅത്ത് ബോർഡ് ചെയർമാനുമായിരുന്ന PV ഷൗക്കത്ത് അലിയുടെ മകൻ. കോൺഗ്രസിൽ പ്രവർത്തനം തുടങ്ങിയ അൻവർ ക്രമേണ കരുണാകരൻ്റെ DICയിലേക്ക് മാറി. വലിയ പ്രതീക്ഷ ഉയർത്തി ഉണ്ടാക്കിയ DIC ക്ലച്ച് പിടിക്കാതായതോടെ അൻവർ സ്വയം ഒരു കൾട്ട് ഫിഗറാകാൻ തീരുമാനിച്ചു. ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ കാശിറക്കി പരസ്യമായി കളിക്കാൻ തീരുമാനിച്ച ആദ്യ വ്യവസായിയായിരിക്കും അൻവർ. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം. മലപ്പുറം ജില്ലയിലെ ഏറനാട് നിയോജക മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ബോർഡും ഫ്ലെക്സും നിറഞ്ഞു. അതുകണ്ട് ജനം ഞെട്ടി. ആരാണ് ഇയാൾ? പ്രചരണത്തിൻ്റെ ശക്തി കണ്ട് മാധ്യമങ്ങൾ പോലും അത് റിപ്പോർട്ട് ചെയ്തു. അക്ഷരാർത്ഥത്തിൽ മണ്ഡലത്തിൽ കാശ് ഒഴുകുകയായിരുന്നു. ലീഗിൻ്റെ കുത്തക സീറ്റായിരുന്നു ഏറനാട്. ഇടതിന് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാത്ത മണ്ഡലം. അവിടെ ലീഗിലെ PK ബഷീറിനെതിരെ ഒരു നേർച്ചക്കോഴി എന്ന നിലയിലാണ് CPI സ്ഥാനാർത്ഥി അഷ്റഫ് അലി കാളിയത്ത് മത്സരിച്ചത്. അംഗം മുറുകവേ കാളിയത്ത് ചിത്രത്തിൽ നിന്നില്ലാതായി. CPMൻ്റെ പരോക്ഷ പിന്തുണ അൻവറിനായി. എവിടെ നോക്കിയാലും അൻവർ. CPM പ്രവർത്തകർ കൂട്ടത്തോടെ അൻവറിനായി എത്തി. അതിന് ലീഗിനെ തോൽപ്പിക്കുക എന്ന അടവ് നയം അവർ പറയുന്നുണ്ടെങ്കിലും അൻവർ കാണേണ്ടവരെയെല്ലാം നന്നായി തന്നെ കണ്ടിരുന്നു. അവസാനം തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ലീഗ് സ്ഥാനാർത്ഥി PK ബഷീറിന് 58,698 വോട്ടുകൾ ജയിച്ചു. രണ്ടാം സ്ഥാനം സ്വതന്ത്രനായ അൻവറിന്. അദ്ദേഹം 47,452 വോട്ടുകൾ നേടി. ചരിത്രത്തിൽ ആദ്യമായി ഒരു LDFിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി കേരളത്തിൽ 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അതോടെയാണ് അൻവർ എന്ന രാഷ്ട്രീയ താരോദയം
ഉണ്ടാകുന്നത്. അന്ന് വോട്ട് മറിച്ചത് CPM-കാരാണ്. ഇന്ന് അൻവർ തിരിഞ്ഞു കൊത്തുമ്പോൾ അത് കേട്ട് CPI ചിരിക്കുകയായിരിക്കും. പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും എന്നാണല്ലോ. ബിസിനസ്സിൽ എന്ന പോലെ രാഷ്ട്രീയത്തിലും കാശിറക്കി കാശ് വാരുക എന്നതായിരുന്നു അൻവറിന്റെ തന്ത്രം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സ്വതന്ത്രനായി നിന്നുകൊണ്ട് അൻവർ കരുത്തു കാട്ടി. അവിടെയും കാശ് വാരിയിറങ്ങിയ കൂറ്റൻ ഫ്ലെക്സും ബോർഡും ആനയും അമ്പാരിയുമായി കാടിളക്കിയുള്ള പ്രചരണമാണ് അയാൾ അഴിച്ചുവിട്ടത്. ഒരു പാർട്ടിയുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് 37,123 വോട്ടുകൾ നേടി അയാൾ 4ാം സ്ഥാനത്തെത്തി. കോൺഗ്രസ് സ്ഥാനാർത്ഥി MA ഷാനവാസ് CPI സ്ഥാനാർത്ഥി സത്യൻ മൊഗേരിയെ തോൽപ്പിച്ചത് 20,870 വോട്ടുകൾക്കാണ്. അന്ന് ഷാനവാസിനെതിരെ മണ്ഡലത്തിൽ വ്യാപകമായ അതൃപ്തി നിലനിൽക്കുന്ന കാലം കൂടിയായിരുന്നു. അൻവറിന്റെ വോട്ട് കൂടി കിട്ടിയിരുന്നുവെങ്കിൽ വയനാട്ടിൽ അട്ടിമറി നടന്നേനെ. ഇതിൽ CPIക്ക് മുറുമുറുപ്പുണ്ടായിരുന്നു. പക്ഷേ അൻവർ പിടിച്ചത് കോൺഗ്രസ് വോട്ടുകളാണെന്നായിരുന്നു CPM-ന്റെ വാദം. ഇതോടെ CPM-ന് ഒരു കാര്യം മനസ്സിലായി, അൻവറിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരികയാണ് തങ്ങൾക്ക് നല്ലത് എന്ന്. അങ്ങനെ അയാൾ ഇടതുപക്ഷത്തേക്ക് ചേക്കേറി. കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദും മക്കളും തന്നെയായിരുന്നു നിലമ്പൂരിലെ കാലവും അൻവറിന്റെ എതിരാളി. 2016 ആര്യാടന്റെ കുടുംബാധിപത്യം തകർക്കുമെന്ന് വെല്ലുവിളിച്ചാണ് അൻവർ മത്സരിക്കാനെത്തിയത്. പറഞ്ഞത് തന്നെ സംഭവിച്ചു. ഉമ്മൻചാണ്ടി സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരത്തിന്റെ തണലിലേറെ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെ 11,000-ലധികം വോട്ടിന്റെ വമ്പൻ ഭൂരിപക്ഷത്തിന് അൻവർ തോൽപ്പിച്ചു. 20 വർഷമായി കോൺഗ്രസ് ഭരിക്കുന്ന ആര്യാടന്മാരുടെ കുത്തകയായ നിലമ്പൂർ നഗരസഭയും തങ്ങൾ പിടിക്കുമെന്ന് അൻവർ നേരത്തെ പ്രഖ്യാപിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് ശരിയായി. അതോടെ അയാൾ നിലമ്പൂർ മേഖലയിലെ കിരീടം വയ്ക്കാത്ത രാജാവായി. നമ്മുടെ പശ്ചിമഘട്ടത്തിലെ കരിങ്കല്ല് തൊട്ട് ആഫ്രിക്കയിലെ സ്വർണ്ണ ഖനിയിൽ വരെ അൻവറിന് കണ്ണുണ്ട്. ഭൂമി കച്ചവടവും റിസോർട്ടും ഹോട്ടൽ വ്യവസായവും തൊട്ട് ആ ബിസിനസ് സാമ്രാജ്യം നീളുകയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയി സ്വർണവും വെള്ളിയും ഒക്കെ ഖനനം ചെയ്യുന്ന അധോലോക നായകന്മാരുടെ കഥയെ നാം കേട്ടിട്ടുള്ളൂ. കർണാടകയിലും ആന്ധ്രയിലുമൊക്കെ ഖനി മുതലാളിമാരുടെയും റിയൽ എസ്റ്റേറ്റ് ടൈക്കൂണുകളുടെയും കൊച്ചു കേരള വെർഷൻ. അൻവറിന്റെ ബിസിനസ് ബന്ധങ്ങൾ പലതവണ കേസായിട്ടുണ്ട്. മംഗലാപുരത്തെ ക്രഷർ ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് പ്രവാസി എഞ്ചിനീയർ നടുത്തൊടി സലീമിൽ നിന്നും 50 ലക്ഷം തട്ടിയെടുത്തുവെന്ന പരാതി വാർത്തയായി. സലീം EDക്ക് മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ED അൻവറിനെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. കക്കാടംപൊയിലെ റിസോർട്ട് വിവാദവും റോപ്പ് വേ വിവാദവും അൻവറിനെ നിരന്തരം വേട്ടയാടി. 5 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് MLA-യുടെ ഭാര്യാപിതാവിന്റെ ഉടമസ്ഥതയിലുള്ള അനധികൃത റോപ്പ് വേ പൊളിച്ചു നീക്കാൻ തീരുമാനമായത്. ചീങ്കണ്ണിപ്പാറയിലെ വിവാദ തടയണ പൊളിച്ചു നീക്കിയതിന് പിറകെയാണ് റോപ്പ് വേയും പൊളിച്ചത്. കേവലം റെസ്റ്റോറൻറ്റിനുള്ള ലൈസൻസിന്റെ മറവിൽ കക്കാടംപൊയിൽ ചീങ്കണ്ണിപ്പാറയിൽ വനഭൂമിയോട് ചേർന്ന 3 മലകളെ ബന്ധിപ്പിച്ച് നിർമ്മിച്ച റോപ്പ് വേയാണ് പൊളിച്ചത്. ഒരു റോപ്പ് വേ പോയാൽ ഒരു രോമം പോകുന്നത് പോലെയേ തനിക്കുള്ളൂവെന്ന് പരാതിക്കാരനെയും മാധ്യമങ്ങളെയും അപഹസിച്ചാണ് അൻവർ ഫേസ്ബുക്ക് പോസ്റ്റ് അന്നിട്ടത്. കോവിഡ് കാലത്ത് പശ്ചിമ ആഫ്രിക്കൻ രാജ്യമായ സിയറ ലിയോണിലായിരുന്ന MLA നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് നാട്ടിലെത്തിയത്. MLA കാണാനില്ല എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസിൽ പരാതി നൽകിയതോടെയാണ് താൻ സിയറ ലിയോണിൽ സ്വർണ്ണ ഖനനത്തിലാണെന്ന വീഡിയോയുമായി അൻവർ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടത്. ഒരു കൗബോയ് ഹാറ്റ് വെച്ച് ഒരു ഖനിയിൽ നിൽക്കുന്ന അൻവറിന്റെ ചിത്രവും വെച്ചാണ് ഇതിന് മറുപടിയായി അൻവർ നൽകിയത്. അതിൽ രാജ്യത്തിന് ലക്ഷക്കണക്കിന് രൂപയുടെ സമ്പത്ത് കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം സിയറ ലിയോണിലെ സ്വർണ്ണ ഖനനം വിട്ട് അൻവർ മാലിദ്വീപിലേക്ക് ചുവടുമാറി. മകനും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. നിയമസഭാ സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാതെ MLA മാലിയിൽ കറങ്ങിയിട്ടും CPM മൗനം പാലിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കുന്നതിന് തൊട്ട് മുൻപാണ് നാട്ടിലെത്തിയത്. 2016 11,504 വോട്ടിന് വിജയിച്ച അൻവർ 2,700 വോട്ടിന് കഷ്ടിച്ചായിരുന്നു പിന്നീട് വിജയിച്ചത്. രണ്ടാം തവണ നിലമ്പൂരിൽ നിന്നും വിജയിച്ച അൻവർ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട CPM നേതൃത്വത്തെ സമീപിച്ചിരുന്നുവെങ്കിലും CPM അവഗണിക്കുകയായിരുന്നു. അൻവറിന് പകരം താനൂരിൽ നിന്ന് MLA ആയ V അബ്ദുറഹ്മാനാണ് CPM നേതൃത്വം മന്ത്രിസ്ഥാനം നൽകിയത്. ഇതോടെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പൊതുപരിപാടികളിൽ പോലും സജീവമാകാതെ അൻവർ പാർട്ടിയുമായി ഇടങ്ങി നിന്നു. സീതി ഹാജിയെ അനുസ്മരിക്കുന്ന രീതിയിൽ ട്രോളായ ജപ്പാൻ നീരാവി വിവാദത്തിലൂടെയാണ് അൻവർ കേരളത്തിന് പുറത്തറിയപ്പെട്ടത്. ജപ്പാനിൽ ഇപ്പോഴും മഴ പെയ്യുന്നത് പശ്ചിമഘട്ടത്തിലെ കാർമേഘങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണെന്നും
അതിനാണ് ജപ്പാൻ ഇവിടെ കുടിവെള്ള പദ്ധതികളൊക്കെ നടപ്പാക്കുന്നത് എന്നുമൊക്കെയാണ് അൻവറിൻ്റെ വിചിത്രവാദം. കേരളത്തെ ഏറെ ചിരിപ്പിച്ചതായിരുന്നു ആ വാക്കുകൾ. 2016 നിലമ്പൂരിൽ MLA മത്സരിക്കുമ്പോൾ 14.38 കോടി രൂപയായിരുന്നു PV അൻവറിൻ്റെ ആസ്തി. 2019 പൊന്നാനിയിൽ മത്സരിക്കുമ്പോൾ ആസ്തി 49.95 കോടിയായി കുത്തനെ വർദ്ധിച്ചു. ആദായ നികുതി അടയ്ക്കാത്ത അൻവർ 49.95 കോടിയുടെ സ്വത്തുക്കൾ ആർജിച്ചതെങ്ങനെ എന്ന് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. സ്വർണ്ണക്കടത്തും മയക്കുമരുന്ന് ഇടപാടും ഖനനവുമാണ് പല ആഫ്രിക്കൻ രാജ്യങ്ങളിലെയും മാഫിയ ബിസിനസ്. ഇത്തരം ബിസിനസ്സിനായാണോ MLA ആഫ്രിക്കയിൽ പോയതെന്ന ആശങ്കകളും ഒരു വശത്തുണ്ട്. PV അൻവർ MLAയുടെ വിദേശയാത്രകളും ബിസിനസ്സുകളും കള്ളപ്പണ ഇടപാടുകളെയും കുറിച്ച് സർക്കാർ സമഗ്ര അന്വേഷണം നടത്തണമെന്നും UDF അന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇപ്പോഴും കേരളത്തിലെ ഏറ്റവും സമ്പന്നനായ MLA തന്നെയാണ് അൻവർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയ സത്യവാങ്മൂലം അനുസരിച്ച് PV അൻവറിൻ്റെ മൊത്തം ജംഗമ ആസ്തി 18,57,00,000 രൂപ എന്നാണ് തെരഞ്ഞെടുപ്പ് പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലം പറയുന്നത്. 16.94 കോടിയാണ് അൻവറിന് ബാധ്യതയുള്ളത്. 2 ഭാര്യമാരുടെ പേരിൽ 50.24 ലക്ഷവും അതുപോലെ തന്നെ 50.48 ലക്ഷവും മൂല്യം വരുന്ന ആസ്തിയുണ്ട്. സ്വയാർജിത ആസ്തിയുടെ കമ്പോള വില 34.38 കോടിയാണ് സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭാര്യമാരുടെ പേരിൽ 6.7 കോടി, 2.4 കോടി എന്നിവയുടെ ആസ്തികളും ഉണ്ട്. ഭാര്യമാർക്ക് 50.4 ലക്ഷം വില വരുന്ന 1200 ഗ്രാം വീതം സ്വർണവും ഉണ്ട്. ഇത് വെറും ഔദ്യോഗിക കണക്കുകൾ മാത്രമാണ്. അനൗദ്യോഗികമായി എത്ര കോടി രൂപയുണ്ടെന്ന് പലർക്കും അറിയില്ല. മറ്റുള്ളവരെ കൊലപാതകി എന്നാരോപിക്കുന്ന PV അൻവർ ശരിക്കും കൊലക്കേസിൽ പ്രതിയായിട്ടുണ്ട്. രാഷ്ട്രീയ സ്വാധീനം മൂലം കേസ് അട്ടിമറിക്കപ്പെടുകയാണെന്നാണ് പറയപ്പെടുന്നത്. നിലമ്പൂർ ഒതായി അങ്ങാടിയിൽ 1995 ഏപ്രിൽ 13 ഓട്ടോ ഡ്രൈവറായ യൂത്ത് ലീഗ് പ്രവർത്തകൻ പള്ളിപ്പറമ്പൻ അബ്ദുൾ മനാഫ പട്ടാപ്പകൽ നാട്ടുകാർ നോക്കി നിൽക്കെ കൊല്ലപ്പെട്ട കേസിലാണ് അൻവർ പ്രതിയായത്. ഇടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PV ഷൗക്കത്ത് അലിയുടെ വീട്ടിൽ വെച്ച മകൻ PV അൻവറിൻ്റെയും മാലങ്ങാടൻ ഷെഫീഖ്, മാലങ്ങാടൻ സിയാദ്, മാലങ്ങാടൻ ഷെരീഫ് എന്നിവരുടെയും നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തി മാരകായുധങ്ങളുമായി എത്തിയ സംഘം അബ്ദുൾ മനാഫിൻ്റെ വീട് കയറി ആക്രമിക്കുകയും തുടർന്ന് ഒതായി അങ്ങാടിയിലെത്തി മനാഫിനെ വെട്ടിക്കൊലപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് കേസ്. വസ്തുതർക്കവും തുടർന്നുണ്ടായ പ്രശ്നങ്ങളുമാണ് കൊലപാതകത്തിലേക്ക് എത്തിയത്. PV അൻവർ ഉൾപ്പെടെ 26 പേരാണ് കേസിൽ പ്രതികളായത്. കേസിൽ 2ാം പ്രതിയായിരുന്നു PV അൻവർ. മനാഫിൻ്റെ പിതാവ് ആലിക്കുട്ടിയുടെ കൺമുന്നിലായിരുന്നു കൊലപാതകം. കേസ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ PV ഷൗക്കത്ത് അലി മരിക്കുകയും ചെയ്തു. 1ാം സാക്ഷി കൂറുമാറിയതോടെയാണ് അൻവർ അടക്കമുള്ള 21 പേരെ വിചാരണ കോടതി വെറുതെ വിട്ടത്. കൂറുമാറിയ സാക്ഷിക്കെതിരെ കേസെടുപ്പിക്കാനോ മറ്റു സാക്ഷികളെ വിസ്തരിച്ച് പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള ശ്രമമോ പ്രോസിക്യൂട്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് മനാഫിൻ്റെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. അന്നത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ C. ശ്രീധരൻ നായരായിരുന്നു മനാഫ് കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. പ്രോസിക്യൂഷനും പ്രതിഭാഗവും ഒത്തുകളിച്ചാണ് PV അൻവർ MLA അടക്കമുള്ള പ്രതികളെ വെറുതെ വിട്ടത് എന്ന് മനാഫിൻ്റെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. കൂറുമാറിയ സാക്ഷിക്കെതിരെ കേസെടുക്കാനോ മറ്റ് സാക്ഷികളെ വിസ്തരിച്ച് ശിക്ഷ വാങ്ങി നൽകാനോ ശ്രമിക്കാതെ ശ്രീധരൻ നായർ പ്രതിഭാഗവുമായി ഒത്തുകളിച്ചുവെന്ന കുടുംബത്തിൻ്റെ ആരോപണം ശരിവയ്ക്കുന്നതാണ് കേസിൽ ഉടനീളമുണ്ടായ അട്ടിമറികൾ തെളിയിക്കുന്നത്. കേസിലെ കൂട്ടുപ്രതികളായ എളമരം, മപ്രം, പയ്യനാട്ട, തൊടിക, ഏറക്കോടൻ, കബീർ എന്ന ജാബിർ, നിലമ്പൂർ ജനതപ്പടിയിലെ കോട്ടപ്പുറം മുനീബ് എന്നിവർ നിയമവ്യവസ്ഥയെ കബളിപ്പിച്ചു ജാമ്യം നേടിയതിന് ഹൈക്കോടതി 15,000 രൂപ വീതം പിഴ ശിക്ഷ വിധിച്ചിരുന്നു. സംഭവം നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം തകർക്കുന്നതാണ് എന്ന് വിലയിരുത്തിയാണ് ഹൈക്കോടതി പിഴ ശിക്ഷ വിധിച്ചത്. ഹൈക്കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മറച്ചുവച്ചാണ് ഇരുവരും വിചാരണ കോടതിയായ മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്നും ജാമ്യം നേടിയത്. മനാഫിൻ്റെ സഹോദരൻ അബ്ദുൾ റസാഖ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് നൽകിയ പരാതിയിൽ ഹൈക്കോടതി വിജിലൻസ് രജിസ്ട്രാർ അന്വേഷണം നടത്തി ജാമ്യം അനുവദിച്ച മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജിയെ താക്കീത് ചെയ്തിരുന്നു. കേസിൽ PV അൻവറിൻ്റെ 2 സഹോദരി പുത്രന്മാരടക്കം 4 പ്രതികളെ 25 വർഷമായിട്ടും പോലീസ് പിടികൂടിയിരുന്നില്ല. ഇവർ ഗൾഫിൽ സസുഖം വാഴുകയായിരുന്നു. ഇവരെ പിടികൂടാൻ നടപടി ആവശ്യപ്പെട്ട് മനാഫിൻ്റെ സഹോദരൻ അബ്ദുൾ റസാഖ കോടതിയെ സമീപിച്ചതോടെയാണ് 4 പ്രതികളെയും ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി ഇന്റർപോൾ സഹായത്തോടെ പിടികൂടണമെന്ന മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2018 ജൂലൈ 25 ഉത്തരവിട്ടത്. ഇതിന് പിന്നാലെയാണ് അൻവറിൻ്റെ സഹോദരി പുത്രനും 3ാം പ്രതിയുമായ മാലങ്ങാടൻ ഷെരീഫ് ഉൾപ്പെടെ 3 പ്രതികൾ കീഴടങ്ങിയത്. ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയതോടെയാണ് PV അൻവർ MLAയുടെ സഹോദരി പുത്രൻ 1ാം പ്രതി മാലങ്ങാടൻ ഷെഫീഖ
2020 ജൂൺ 24 ഷാർജയിൽ നിന്നും കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് പിടിയിലായത്. MLA ആയിട്ടും കൊലപാതക കേസ് പ്രതികളായ സഹോദരിപുത്രന്മാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതെ അവരെ സംരക്ഷിക്കുകയും ഒളിവിൽ കഴിയാൻ സഹായം ചെയ്യുകയും ചെയ്ത അൻവറിനെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്ന് മനാഫിന്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. പിണറായി ഭരണത്തിലെ അഴിമതികൾക്കെതിരെ നിരന്തരം ആഞ്ഞടിക്കുന്ന മാധ്യമമായതുകൊണ്ട് മറുനാടൻ മലയാളിയും എഡിറ്റർ ഷാജൻ സ്കറിയയും PV അൻവറിന്റെ കണ്ണിലെ കരടായിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രീതി മുന്നിൽ കണ്ടാണ് മറുനാടനെ പൂട്ടിക്കുമെന്ന ക്യാമ്പയിൻ അൻവർ എടുത്തത്. നീ കഴുകനെ പോലെ ഉയർന്നു പറന്നാലും നിന്നെ ഞാൻ താഴെ ഇറക്കുമെന്നൊക്കെയായുള്ള വചനങ്ങൾ പോസ്റ്റായിട്ട് അൻവർ ഭീഷണി മുഴക്കി. PV അൻവറും PV ശ്രീനിജനും ADGP അജിത് കുമാറും ഒക്കെ ചേർന്ന സംഘം കള്ളക്കേസുകളുടെ പരമ്പര തീർത്താണ് മറുനാടനെ തകർക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഈ കേസുകൾ ഓരോന്നും കോടതികളിൽ പൊളിയുകയായിരുന്നു. ഏറ്റവും ഒടുവിലായി PV ശ്രീനിജൻ MLA നൽകിയ കേസ് SC/ST നിയമം ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനുള്ള രാജ്യവ്യാപകമായ നിയമമായി മാറുകയായിരുന്നു. സുപ്രീം കോടതി ജസ്റ്റിസുമാരായ JB പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് ജാതീയമായ അധിക്ഷേപം ഉണ്ടെങ്കിൽ മാത്രമേ SC/ST പീഡന നിരോധന നിയമ പ്രകാരം കേസ് എടുക്കാവൂ എന്ന് സുപ്രീം കോടതി ഉത്തരവിടുകയായിരുന്നു. പരാതിക്കാരൻ ദളിതനായാൽ മാത്രം കേസ് നിലനിൽക്കില്ല എന്നും പ്രഥമ ദൃഷ്ട്യാ കുറ്റമില്ല എങ്കിൽ ആദ്യം കോടതിക്ക് തന്നെ ജാമ്യം നൽകാമെന്നും സുപ്രീം കോടതി ഉത്തരവിടുകയായിരുന്നു. ഭാവിയിൽ നിയമ വിദ്യാർത്ഥികൾക്ക് റെഫറൻസായി പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നിർണായകമായ വിധിയായി ഷാജൻ സ്കറിയ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള മാറിക്കഴിഞ്ഞുവെന്നാണ് നിയമവൃത്തങ്ങൾ അഭിപ്രായപ്പെട്ടത്. ഈ കേസിൽ ഷാജൻ സ്കറിയയ്ക്ക് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചപ്പോൾ സമാനതകളില്ലാത്ത പോലീസ് വേട്ടയായിരുന്നു മറുനാടൻ മലയാളി നേരിട്ടത്. മറുനാടൻ്റെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്യപ്പെട്ടു. നെഗറ്റീവ് കമൻറ്റുകളും റിവ്യൂകളും രേഖപ്പെടുത്തി യൂട്യൂബ് ചാനലുകൾ പൂട്ടിക്കാനും ശ്രമം തുടങ്ങി. ഓഫീസുകളിലും ജീവനക്കാരുടെ വസതികളിലും പോലീസ് റെയ്ഡ് നടത്തി. കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. വനിതാ ജീവനക്കാരുടെ വീടുകളിൽ വരെ ഒരു സംഘം പോലീസുകാർ അതിരാവിലെ എത്തി തീവ്രവാദികളെ എന്ന പോലെ റെയ്ഡ് നടത്തി. സുപ്രീം കോടതി അറസ്റ്റ് തടഞ്ഞിട്ടും നിലമ്പൂരിലെ മറ്റൊരു കേസിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനെത്തിയപ്പോൾ ഷാജൻ അറസ്റ്റിലായി. ഇതും PV അൻവറിൻ്റെ ഒത്താശയിൽ നടന്ന കേസായിരുന്നു. പക്ഷെ അന്ന് കോടതി ജാമ്യം അനുവദിച്ചതും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലെ അപൂർവ ചരിത്രമാണ്. ഇങ്ങനെ നിരവധി കള്ളക്കേസുകളിൽ പെടുത്തിയിട്ടും ഷാജൻ അകത്താവാത്തതിൻ്റെ ഈർഷ്യയാണ് അൻവറിന് ആദ്യമുണ്ടായിരുന്നത്. മുഖ്യമന്ത്രി അത് LDF യോഗത്തിൽ തന്നെ സമ്മതിച്ചിട്ടുമുണ്ട്. ADGP അജിത് കുമാറിന് 2 കോടി രൂപ നൽകിയാണ് ഷാജൻ സ്കറിയ രക്ഷപ്പെട്ടത് എന്നായിരുന്നു അൻവറിൻ്റെ ആരോപണം. മറുനാടനെ പൂട്ടാൻ പറ്റാത്തതിൻ്റെ ഈഗോ വളർന്നാണ് ഇപ്പോൾ അൻവർ തന്നെ LDFൽ നിന്ന് പുറത്താകുന്ന അവസ്ഥ ഉണ്ടായത്. പോലീസുകാർ തങ്ങൾക്ക് മുതിർന്ന ഉദ്യോഗസ്ഥർ നൽകുന്ന വയർലെസ് സന്ദേശങ്ങൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാറുണ്ട്. അത്തരത്തിൽ പോലീസുകാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലടക്കം പ്രചരിച്ച ഒരു ഓഡിയോ പ്രക്ഷേപണം ചെയ്തതിനാണ് UK-യിൽ അത്യാധുനിക സംവിധാനങ്ങൾ ഒരുക്കി ഷാജൻ സ്കറിയ വയർലെസ് ചോർത്തുന്നു എന്ന നിഗമനത്തിലേക്ക് അൻവറിനെ എത്തിച്ചത്. ഇതിൽ കേസ് എടുക്കാത്തതാണ് കേരള പോലീസ് ചെയ്ത ഒരു കുറ്റമായി അൻവർ കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ മറുനാടനെ പൂട്ടാനിറങ്ങിയ അൻവർ ഇടതുമുന്നണിയിൽ നിന്ന് പുറത്താകുന്ന അവസ്ഥയാണ് കണ്ടത്. അൻവറിൻ്റെ ഇനിയുള്ള നീക്കങ്ങൾ എന്തായിരിക്കുമെന്നും രാഷ്ട്രീയ കേരളം കൗതുകത്തോടെ കാണുകയാണ്.